സി ജോർജിന്റെ കേരള ജനപക്ഷം UDF-ലേക്ക് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് PC ജോർജ് അറിയിച്ചു. CPM നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്കില്ലെന്നും BJP-യുമായി കൂട്ടുകൂടില്ലെന്നും PC ജോർജ് വ്യക്തമാക്കി. UDF പ്രവേശന ചർച്ചകൾക്കായി സമിതിയെ നിയോഗിച്ചതായും PC ജോർജ് പറഞ്ഞു. വിശദാംശങ്ങളുമായി BV അരുൺ ചേരുകയാണ്. അരുൺ, ഈയിടെ PC ജോർജ് ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്നു, അല്ല NDA-യിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള പല വാർത്തകളും പരന്നിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല, UDF-ലേക്ക് തന്നെ പോകുന്നു എന്ന് PC ജോർജ് തന്നെ വ്യക്തമാക്കുകയാണോ? UDF-ലേക്ക് പോകാനുള്ള താല്പര്യമാണ് PC ജോർജിന്റെ പാർട്ടി ഇന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാന സമിതി യോഗത്തിലാണ് അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. തുടർ ചർച്ചകൾക്കായി 9-അംഗ സമിതി, PC ജോർജിന്റെ നേതൃത്വത്തിൽ 9-അംഗ സമിതിയും സംസ്ഥാന ജനപക്ഷം പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം ചുമതലപ്പെടുത്തി. നേരത്തെ ശബരിമല വിഷയത്തോടെ BJP-യുമായി PC ജോർജ് അടുക്കുന്ന തരത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു. PC ജോർജ് തന്നെ നിയമസഭയിൽ BJP MLA ആയ രാജഗോപാലുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് BJP-യുടെ സമരപന്തൽ, സെക്രട്ടേറിയറ്റിന്റെ സമരപന്തലിൽ PC ജോർജ് എത്തുകയും ചെയ്തു. ഇതോടുകൂടി NDA-യുമായി PC ജോർജ് അടുക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ PC ജോർജ് വീണ്ടും നിലപാട് മാറുകയാണ്. UDF-മായി ചേർന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് PC ജോർജ് പറയുന്നു. ഇനി UDF-ന്റെയും കോൺഗ്രസിന്റെയും നിലപാടാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. PC ജോർജുമായി സഹകരിക്കാൻ അവർ തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ശരി, ഇപ്പോൾ PC ജോർജ് ചേരുകയാണ്. ശ്രീ PC ജോർജ്, ഒടുവിൽ UDF-ലേക്ക് തന്നെ എന്ന തീരുമാനം വന്നിരിക്കുന്നു. CPM ഇടതുമുന്നണിയിലേക്കില്ല, NDA-യുമായും കൂട്ടുകൂടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അതായത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഇന്നാണ് ചേർന്നത്. ആ സംസ്ഥാന കമ്മിറ്റി യുനാനിമസ് തീരുമാനമാണ്. മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന UDF അല്ലെ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്നതാണ് ഗുണകരം. നാടിനും രാജ്യത്തിനും ഗുണകരം അതാണെന്നാണ് പാർട്ടി കമ്മിറ്റിയിൽ നിന്നുണ്ടായ പൊതു അഭിപ്രായം. ആ അഭിപ്രായം നമ്മൾ യുനാനിമസായി അംഗീകരിച്ചു. കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കാൻ ഒരു 9-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് കമ്മിറ്റിയിലുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റബ്ബർ ഇഷ്യൂകൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. 10,000 ടൺ റബ്ബർ ഉത്പാദിപ്പിച്ചിരുന്ന കേരളം ഈ കഴിഞ്ഞ വർഷം 6,000 ടണ്ണായി ചുരുങ്ങി. ഈ വർഷം അത് 4,000 ടണ്ണായിട്ട് ചുരുങ്ങാൻ പോവുക. ഇത് റബ്ബർ നമ്മുടെ കേരളത്തിന് പരിസ്ഥിതിയെ തകർത്ത് കുടിവെള്ളമില്ലാത്ത നാടാക്കി കേരളത്തെ മാറ്റിയത് റബ്ബർ കൃഷിയാണ്. അതുകൊണ്ട് റബ്ബർ കൃഷിക്കെതിരെ ശക്തമായ പ്രചരണം നടത്തണം തീരുമാനിച്ചു എന്ന് മാത്രമല്ല, റബ്ബർ ആവർത്തന കൃഷി നടത്താൻ പാടില്ല എന്ന് ശക്തമായ പരിപാടി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1 ഏക്കർ റബ്ബർ തോട്ടം ഉള്ളവൻ അതിന്റെ 1/2 ഏക്കർ റബ്ബർ വെട്ടിക്കളഞ്ഞ് വേറെ കൃഷി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ PC ജോർജ്, താങ്കൾ അതിലേക്ക് വരാം. താങ്കൾ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP-യുടെ സമരത്തിനടക്കം പിന്തുണ അർപ്പിച്ചുകൊണ്ട് സമരപന്തലിലടക്കം എത്തിയതാണ്. ആ സമയത്തൊക്കെ NDA പാളയത്തിലേക്ക് എന്നുള്ള വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു നീക്കം മനസ്സിലുണ്ടായിരുന്നോ? പിന്നീട് എന്തുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു? നിങ്ങളൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ വിവരം ഇല്ലാതെ സംസാരിക്കുന്നു പലരും. അതിന് അനുകൂല വരെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. ഞാൻ ഇനിയും പോകും. BJP-യുടെ അല്ല, നക്സലൈറ്റ് ആണ് ശബരിമല ശാസ്താവിനെ രക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്യുന്നെങ്കിൽ അവിടെ ഞാൻ പോകും, ഇനിയും പോകും. BJP സമരം നടക്കുമെന്ന് ഇനി ആ പന്തിൽ പോയി അവർക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ട് സംശയം വേണ്ട. അത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തിൽ BJP ചെയ്യുന്ന വളരെ 100% ശരിയും തന്നെ എന്റെ ഉറച്ച അഭിപ്രായം. അതിനെന്താ തർക്കം? ഇനിയും പോകുന്നുണ്ട്. അതൊരു ഇന്നുള്ളതല്ല, ശരിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈൻ. രാഷ്ട്രീയമായ മുന്നണി ബന്ധങ്ങളെ പറ്റി പറയുമ്പോഴാണ് രാഷ്ട്രീയം പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ല. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പിണറായി ഇറങ്ങിയിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമല ശാസ്താവിനെ അപമാനിക്കുന്നത്. അപ്പോ അത് അടുത്തത് മുസ്ലിമിറ്റ് വരും, അടുത്ത ക്രിസ്ത്യാനിക്കിട്ടും വരും. അവർ വിജ്ഞാന കേരളി എന്ന മാസികക്കകത്ത് സാംസ്കാരിക വകുപ്പ് ഇറക്കുന്ന മാസികയുണ്ട്. അതിനകത്ത് ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും ഒക്കെ അപമാനിച്ചിട്ടുണ്ട്. പർദ്ദയിടുന്ന മുസ്ലിം സ്ത്രീകളെയും കന്യാസ്ത്രീ വസ്ത്രം ഉപയോഗിച്ച് കന്യാസ്ത്രീകളൊക്കെ അപമാനിക്കുന്ന എഡിറ്റോറിയൽ വരെ വന്നിരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിണറായിയുടെ ഇടതുപക്ഷം ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ വിശ്വാസികളെ തകർക്കുക. അത് ബുദ്ധിപൂർവ്വമുള്ള നീക്കമാണ്. അത് ശബരിമല ഇഷ്യൂ വന്ന് ഹിന്ദു വിഭാഗങ്ങളെ മുഴുവൻ BJP ചേർത്താൽ വീണ്ടും അധികാരത്തിൽ വരാം എന്ന വ്യാമോഹമാണ് പിണറായിക്കുള്ളത്. അതൊക്കെ പൊളിയും.
CPM-ലാണ് ആളുകൾ കൂടുതലും നന്ദി പി സി ജോർജ് പ്രതികരിച്ചതിന്. പി സി ജോർജിന്റെ കേരള ജനപക്ഷം UDF-ലേക്ക് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പി സി ജോർജ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. CPM നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്കില്ലെന്നും BJP-യുമായി കൂട്ടുകൂടില്ലെന്നുമാണ് പി സി ജോർജ് വ്യക്തമാക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VB അരുൺ നൽകിയത്. പി സി ജോർജിന്റെ കേരള ജനപക്ഷം UDF-ലേക്ക് നീങ്ങുന്നു. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പി സി ജോർജ് വ്യക്തമാക്കുകയാണ്. CPM നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്കില്ലെന്നും BJP-യുമായി കൂട്ടുകൂടില്ലെന്നും പി സി ജോർജ് വ്യക്തമാക്കി. UDF പ്രവേശന ചർച്ചകൾക്കായി സമിതിയെ നിയോഗിച്ചതായും പി സി ജോർജ് ന്യൂസ് 18നോട് പ്രതികരിച്ചു.